നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട. ഉം. ഉം. എടാ, നിനക്കെന്താ പറ്റിയേ? ഹേയ്, ഞാൻ കുറേ നേരം കൊണ്ട് ശ്രദ്ധിക്കുക. നീ ഇവിടെങ്ങും അല്ല. എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയ്. എടി എനിക്ക് ഈ ജോലിക്ക് പോകാൻ താല്പര്യമില്ല. എന്താ? എടി എനിക്കിത് വർക്കാവില്ലടി. പിന്നെ നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഒരു പണിക്കും പോകാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കാന്നോ? എന്റെ അച്ഛൻ നിനക്കൊരു ജോലി ശരിയാക്കി തന്നു, അത് നിനക്ക് പിടിച്ചില്ല. എന്നാ പിന്നെ പുറത്തെവിടെയെങ്കിലും പോവാന്ന് വെച്ച് കഴിഞ്ഞാ അതും പറ്റത്തില്ല. പിന്നെ എന്താ നിന്റെ ഉദ്ദേശം? എത്ര കഷ്ടപ്പെട്ടാന്നറിയോ ഞാൻ ഇത് ഈ ഇന്റർവ്യൂ വരെ കൊണ്ടെത്തിച്ചേ. ഞാൻ പറഞ്ഞോ എന്ത്? എനിക്ക് ഈ ജോലി വേണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞോ? ഇല്ലടാ, എല്ലാം എന്റെ മാത്രം തെറ്റാ. ഒരു പണിയും ഇല്ലാഞ്ഞിട്ട് നിന്നെ കെട്ടാനായിട്ട് എന്റെ വീട്ടിൽ കൺവിൻസ് ചെയ്തില്ലേ? അങ്ങനെ എല്ലാം എന്റെ മാത്രം തെറ്റാ. നീ ഒരു പണിക്കും പോണ്ടടാ, ഇങ്ങനെ വീട്ടിലിരുന്നോ. അമ്മു അങ്ങനെയല്ല, നീ എനിക്ക് പറയാനുള്ളൊന്നും കേക്ക്. ചുമ്മാ കുറെ ഉടായിപ്പ് ന്യായം പറയാനാണെങ്കിൽ എനിക്ക് കേൾക്കണമെന്നില്ല. അമ്മു, എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ കൊള്ളുന്നുണ്ട്. എടി വർക്കാവും, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. കോൺഫിഡൻസ്? എടാ, നിനക്ക് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടോ? കുറെ കാലം സിനിമയുടെ പുറകെ പോയി, ഇപ്പൊ ദേ അടുത്തത്. ജീവിക്കാൻ നീ കണ്ടുപിടിച്ച ജോലി ഇതാണോ? അമ്മു അങ്ങനെയല്ല, എനിക്കൊരു കുക്കിംഗ് ചാനൽ തുടങ്ങിയാൽ കൊള്ളാന്നുണ്ട്. നീ എൻ്റെ ഫുഡിൻ്റെ സ്റ്റോറി കാണാറുള്ളൂ അല്ലേ? എടാ, ചുമ്മാ നേരം പോക്കിന് ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ സ്റ്റോറി ഇടുന്ന പോലെയാണോ ഇത്? എനിക്കറിയൂല, നീ എന്താന്ന് വെച്ചാ ചെയ്. പക്ഷെ എന്നോട് ഇനി ഒന്നും പറയാൻ വരണ്ട.